എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ ഇത്ര വലിയൊരു സദസ്സിനെ അഭിമുഖീകരിച്ച് ഇങ്ങനെ നിന്ന് സംസാരിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് പൊരുത്തങ്ങൾക്കിടയിലും ഞങ്ങൾ തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അത് തന്നെയായിരിക്കും. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്വീകരണം നൽകപ്പെടുന്ന ആളെ പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും അത്രയും പ്രാധാന്യമുള്ള ദിവസമായതുകൊണ്ട് രണ്ടു വാക്ക് സംസാരിക്കണമെന്നൊരാഗ്രഹം തോന്നി. ഞാൻ ഒരു കുടുംബാംഗം എന്നതിലുപരി തപാൽ ജീവനക്കാരിയും സർവോപരി NFP മെമ്പറുമായതുകൊണ്ട് ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളും തൊട്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും 10 വർഷം മുമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി മാറുന്നു എന്നൊരവസ്ഥ വന്നപ്പോൾ വാസ്തവത്തിൽ ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ തിരുവനന്തപുരത്തേക്ക് ഒരു പറിച്ചു നടൽ ആവശ്യമായി വന്നേക്കും എന്നൊരു ഘട്ടം വന്നപ്പോൾ ഞാനും കുട്ടികളും ഞങ്ങളൊക്കെ വളരെ വിഷമിച്ചു വാസ്തവത്തിൽ. പക്ഷേ സംഘടന എന്നെ വിശ്വസിച്ചൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മുഖം തിരിഞ്ഞു നിൽക്കാൻ തീർച്ചയായും പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും അതിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ 10 വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ ആ കൗണ്ട് ഡൗൺ ഈ 2024 ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇന്നിവിടെ എൻ്റെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അടുത്ത ബന്ധുക്കളുണ്ട്, എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും മറ്റു ഡിവിഷനിൽ വന്ന സഖാക്കളും എല്ലാവരും ഉണ്ട്. ഇത്രയും കാലം നിങ്ങളെല്ലാവരും തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഞാൻ എൻ്റെ നിശ്ചയമായി നന്ദി അറിയിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കവിതയിലെ ഏതാനും വരികൾ മാത്രം ചൊല്ലിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതലൊന്നും പറയുന്നില്ല. ശ്രീ ONV കുറുപ്പിന്റെ ചാർന്ന പക്ഷികൾ എന്ന കവിതയിലെ ഏതാനും വരികൾ മാത്രം. വെയിലാറും തൊടിയിലും പ്രാവുകൾ ചെന്നു ചേക്കേറും പഴയ നാലുകെട്ടിൻ്റെ ചായ്പിലും പാതിയിടിഞ്ഞ കുളക്കൽ പടവിലും പാതയോരത്തെഴുമാലിൻ തറയിലും മഞ്ചുവരിൻ നെഞ്ചിലെ കൽവിളക്കിൻ്റെ അന്ത്യനിശ്വാസം പുകയും തളത്തിലും പത്തിവിടർത്തി നിന്നാടിയ ശബ്ദങ്ങൾ നിദ്രയിലാഴും നഗരസത്രത്തിലും ആൾത്തിരക്കിൻ്റെ നടുവിലും നമ്മൾക്കു നാം തീർത്തതാകും ഏകാന്തതാദ്വീപിലും ദുഃഖഭാരങ്ങൾ ഇറക്കുവാൻ അന്യോന്യമത്താണിയായി നാം കൊച്ചു സ്വപ്നങ്ങളും കൊത്തിയുടച്ച് കൊറിച്ചിയുന്നു. ശ്രമതപ്തമാം പാദം തരളമാം പാണിയാലൊട്ടു തലോടിയിരുന്നു മയങ്ങി നാം അല്പമാത്രങ്ങളാം വിശ്രമവേളകൾ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. എത്തേണ്ടിടത്തെത്തുവാൻ ഇനി എത്രയുണ്ടെന്ന് അറിയാത്തൊരു യാത്രയിൽ തമ്മിൽ ചുമലൊത്തു വീണ്ടും ചുവടുവച്ചുന്മതൻ ഘാതവിഷാദങ്ങളൊക്കെയും പങ്കുവച്ചങ്ങനെ സഞ്ചരിക്കേ വന്നു മറ്റൊരിടവേള. എല്ലാം മറന്നൊന്നുറങ്ങിയ യാമങ്ങൾ എന്നേക്കുമാ
അസ്തമിച്ചു പോയി. ഇന്നിനി നമ്മിലൊരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. നന്ദി.